ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളുടെ ഫാമിലുണ്ടായ കാന്താരിമുളകുകൾ പറിച്ചെടുക്കുന്നതാണ്. നിറയെ കാന്താരിമുളകുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നും മൂപ്പായത് മാത്രമാണ് പറിച്ചെടുക്കുന്നത്. കാന്താരിമുളക് പറിച്ചെടുക്കാൻ നല്ല ക്ഷമയും സമയവും വേണം. വളരെ ചെറിയ കാന്താരിമുളകുകളാണിത്. ഞങ്ങളുടെ തോട്ടത്തിൽ കാപ്പിച്ചെടികൾക്കിടയിലാണ് ഈ കാന്താരി ചെടികൾ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 2.5 അടി മുതൽ 3 അടി വരെ ഉയരത്തിലാണ് ഈ ചെടികൾ വളർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെടി കഴിഞ്ഞ് അല്പം വിട്ടിട്ടാണ് അടുത്ത ചെടി ഉണ്ടായിട്ടുള്ളത്. ഈ ചെടിയിലും ധാരാളമായിട്ട് മുളകുകളുണ്ട്. ഇങ്ങനെ വരാനുള്ള പ്രധാന കാരണം ഇത് ഞങ്ങൾ നട്ടിട്ടുണ്ടായതല്ല. ഇതെല്ലാം കിളികളും മറ്റും കാന്താരിമുളകുകൾ കഴിച്ച് അതിന്റെ വിത്ത് വീണ് തോട്ടത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ മുളച്ചു വന്നതാണ്. തോട്ടം വൃത്തിയാക്കുന്ന സമയത്ത് ഞങ്ങൾ ഇത് പറിച്ചു കളയാതെ നല്ല രീതിയിൽ സംരക്ഷിച്ച് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഒറിജിനൽ ചെറിയ ഇനത്തിൽപ്പെട്ട കാന്താരിമുളകാണ് ഇത്. നാച്ചുറലായിട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിന് കാര്യമായ ഒരു പരിചരണവും ഞങ്ങൾ നടത്തുന്നില്ല. മരുന്നടിച്ചു കൊടുക്കുകയോ അതുപോലെ തന്നെ വളം ഇട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നാലും നല്ല രീതിയിൽ ഇത് വളരുന്നുണ്ട്. ഇതിന് പ്രധാനമായും വേണ്ടത് നല്ല നനവാണ്. ഞങ്ങൾ തോട്ടത്തിൽ ഇറിഗേഷൻ ചെയ്യുന്നത് കൊണ്ട് ഇടയ്ക്ക് കാപ്പിയും മറ്റുമെല്ലാം നനച്ചു കൊടുക്കുന്നതുകൊണ്ടൊക്കെ ഇതിനും ആവശ്യമുള്ള വെള്ളം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വളരുന്നുണ്ട്. ഞങ്ങൾ തോട്ടത്തിൽ മുളക് പറിക്കാൻ വന്ന സമയത്ത് കണ്ടതാണ് ഇതുപോലെ ചെറിയൊരു കാന്താരിമുളകിന്റെ തൈ. ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ തോട്ടത്തിൽ തൈകൾ ഉണ്ടാവുന്നത്. ഇതൊരു മുരിക്കിന്റെ അടിഭാഗത്തായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു മുരിക്കിന്റെ അടിയിലുണ്ടായ കാന്താരി ചെടിയാണിത്. ഈ മുരിക്കിന്റെ അടിയിൽ ഇത് കൂടുതലായി ഉണ്ടാകാൻ കാരണം കിളികളും മറ്റും മുരിക്കുകളിൽ വന്നിരുന്ന് അതിന്റെ കാഷ്ടം നേരെ താഴെ വീണ് മുളച്ചതായിരിക്കണം. കൂടുതലായും കാണുന്നത് മുരിക്കിന്റെ അടിയിലാണ്. മഞ്ഞളും ഇഞ്ചിയും നട്ടതിന്റെ ഇടയ്ക്കായിട്ട് ഉണ്ടായൊരു കാന്താരിമുളകാണിത്. സാധാരണയായി 3 അടി വരെ മാക്സിമം ഉയരം വെക്കുകയുള്ളൂ. ഇത് ഏകദേശം 6 അടിക്ക് മുകളിൽ വളർന്നിട്ടുണ്ട്. ഇതിന് മുകൾ ഭാഗത്തായിട്ടാണ് നല്ല മുളകുള്ളത്. ധാരാളമായി മുളകുകളുണ്ട്. ഇപ്പോൾ നല്ല വെയിലായിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മയും ഞാനും കൂടെ ചേർന്ന് പെട്ടെന്ന് തന്നെ മുളക് പറിച്ചെടുക്കുകയാണ്. മറ്റ് പച്ചമുളകും അതുപോലെ തന്നെ ഫാമിലുള്ള മുളകുകളൊക്കെ പറിച്ചെടുക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷെ കാന്താരി മുളക് ആയതുകൊണ്ട് നല്ല ക്ഷമ തന്നെ വേണം. അത് മൂപ്പായത് തെരഞ്ഞു പറിക്കലും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാന്താരി മുളകുകൾ ഇപ്പോഴും പറിച്ചു കഴിഞ്ഞിട്ടില്ല. കുറച്ച് സമയം കൂടെ പറിക്കാനുണ്ട്. ഞങ്ങളുടെ ഫാമിൽ കിലോയ്ക്ക് 400 രൂപയ്ക്കാണ് കാന്താരി മുളകുകൾ വിൽക്കുന്നത്.